നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്നുള്ള വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ പറയാത്ത വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ വരുമ്പോൾ അനുഭവിക്കുക. ഫിലിപ്പ് അമ്പാടിനെ റിമാൻഡ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫിലിപ്പ് അമ്പാട് അറിയാലോ, അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കർ, ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ, അത്തരത്തിൽ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. യുവാക്കളെ, കുട്ടികളെ ഒക്കെ പ്രബോധനം ചെയ്തിരുന്ന ഒരു വ്യക്തി. ആ ആളാണ് പോക്സോ കേസിൽ 16-കാരിയെ, അതും പരിമിതിയായിട്ടുള്ള ഒരു കുട്ടിയെ, ഒരു മാനസിക വെല്ലുവിളി നേടുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ, പോക്സോ കേസിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫാൾസ് മെമ്മറി സിൻഡ്രോത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ചു പേരെ കണ്ടിട്ടുള്ളൂ, പക്ഷെ അത്ര പേര് കണ്ടാൽ മതി. നല്ലത് അധികം കാണില്ല എന്ന് എനിക്കറിയാം. താല്പര്യമുള്ളവർ ആ വീഡിയോ മൊത്തം കാണുക. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ആമുഖമായൊന്ന് പറയാം. ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് ആ ചിത്രം മനസ്സിൽ ഉറപ്പിച്ച് ആ സംഭവത്തെ സാധൂകരിച്ചുകൊണ്ട് അതിനെ പറയുന്ന രീതി, സംഭവിച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൽ പല രീതിയിൽ അത് മനസ്സിൽ വരാം. ആവർത്തിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നതായിട്ട്, ഇനി അതുമല്ലെങ്കിൽ ബാല്യത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും അബ്യൂസ് നടന്നതായിട്ടോ, സുഹൃത്തുക്കൾക്കോ തങ്ങൾക്കോ നടന്നതായിട്ട്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ, ഭാവനയിൽ എവിടെയെങ്കിലും നടന്നൊരു സംഭവം നടന്നു എന്ന് കേട്ടിട്ട് അത് തന്നിൽ സംഭവിച്ചെന്ന് ഭാവനയിൽ ചിത്രങ്ങൾ ഉണ്ടാക്കി കൂട്ടിയിട്ട്, അങ്ങനെ പല രീതിയിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയാം. പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് അവർ വിശ്വസിക്കുകയാണ്. സംഭവിച്ചു എന്നതാണ് ശരി, അവരുടെ ഭാഷയിൽ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ വരുമ്പോൾ ഈ വന്ന കാലത്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെന്റർ അവസാനിപ്പിച്ചത്. ഒരുപാട് പേർക്ക് ഫാൾസ് മെമ്മറി സിൻഡ്രോം കണ്ടതുകൊണ്ട്. അതിൽ ഒരു കേസും എനിക്ക് വന്നു. ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ അവസാനിപ്പിച്ചത്. പോക്സോ കേസല്ല വന്നത്, മറ്റൊരു കേസാണ് വന്നത്. എൻ്റെ ഭാഗ്യം, അതിന്റെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് വിശദീകരിക്കാം. താല്പര്യമുള്ളവർ കേൾക്കൂ. കണ്ട സ്വപ്നങ്ങളോ, കേട്ട കഥകളോ, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ, സിനിമയിൽ കണ്ട രംഗങ്ങളോ ഒക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പറയും. അതല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കഥകൾ മെനിഞ്ഞുണ്ടാക്കും. നിങ്ങൾക്കറിയാം, വളരെ കുറഞ്ഞ കേസുകളിലെങ്കിലും ഈ സ്കൂളുകളിലൊക്കെ ചില കുട്ടികളൊക്കെ ചിലത് പറഞ്ഞൊപ്പിച്ചത് വാർത്തകളിൽ വന്നിട്ടുള്ളത് അല്ലേ. പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യും. കുട്ടി തന്നെ പറയും, അതെനിക്ക് തോന്നുന്നതാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി, ഇന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്ന്. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങൾ നമ്മൾ അവിടെ അപ്പോൾ തന്നെ അത് വേണ്ട ചികിത്സ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഈ ഫാൾസ് മെമ്മറി സിൻഡ്രോമിനെ ഒരു രോഗമായിട്ട് കണക്കാക്കി തുടങ്ങിയിട്ടില്ല. ഇതാണ് ഒരു വസ്തുത. ജഡ്ജസ്, അതുപോലെ മറ്റു വക്കീലന്മാര്, പോലീസുകാര്, സൈക്കോളജിസ്റ്റുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു സില്ലി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. വലിയ അപകടകരമായ വിധത്തിൽ അതിവിടെ വളർന്നിട്ടും തീരെ മൈൻഡ് ചെയ്യാത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്നാൽ വിദേശത്തൊന്നും അങ്ങനെയല്ല. ഇത് കൃത്യമായി അവർ നോക്കുന്നുണ്ട്. നോക്കി തന്നെയാണ് ഓരോന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഉത്തരം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അയാള് അങ്ങനെ പോയപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ചാണോ അയാൾ വീണത് എന്ന് ചോദിക്കാം. ഒരു കാർ ഇടിച്ചാണോ വീണത് എന്ന് ചോദിക്കാം. കാർ ഇടിച്ചാണോ എന്ന് ചോദിച്ചാൽ കാറും ഇടിച്ചത് നമ്മളൊരു ചിത്രമാക്കി കൊടുക്കും. ആ കാർ ഇടിച്ചാണ് വീണതെന്ന് പറയും. എന്നാൽ ആ ചോദ്യം തന്നെ ഒരുപക്ഷെ ജീപ്പ് ഇടിച്ചിട്ടാണോ വീണത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീപ്പ് ഇടിച്ചിട്ടാണ് വീണത് എന്നായിരിക്കും പറയാം. എന്നാൽ അതേ ചോദ്യം അയാൾ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാറും ഉണ്ടാകൂല, ജീപ്പും ഉണ്ടാകൂല. ഇപ്പൊ സംഗതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ചോദിക്കുന്നത് അനുസരിച്ചിരിക്കും. ഇവിടെ ഈ പീഡനം സംഭവിച്ചിട്ടുണ്ട്, ഒരു പോക്സോ കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ ഒരു പക്ഷേ ആ കുട്ടിയുടെ മൊഴിയെടുക്കും. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കൂല. ചോദിക്കേണ്ട സ്ഥാനത്ത് എന്താണ് ആ കഥ, അത് പറയാൻ പറഞ്ഞാൽ അവൾ ഒരു കഥ പറയും. ആ കഥ പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പീഡിപ്പിച്ചിരുന്നോ, ഇങ്ങനെ പീഡിപ്പിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പോട്ടിൽ അത്തരം ഇമേജുകൾ ഉണ്ടായി വരും. അത് അങ്ങനെ പീഡിപ്പിച്ചിരുന്നു, ഇങ്ങനെ പീഡിപ്പിച്ചിരുന്നു എന്ന് തന്നെ പറയും. അത് ഒരു ചിത്രമുണ്ടാക്കി വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു കാര്യം ചോദിക്കണം, അന്ന് നിന്നെ ആരെങ്കിലും അടിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു അടി അവിടെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ അടിച്ചിരുന്നു, ആരാണ് അടിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരുടെങ്കിലും ഒരാളുടെ പേരങ്ങോട്ട് പറയും. ഇനി ആ സ്ഥാനത്ത് ഇന്നാര് നിന്നെ അടിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ അടിച്ചു, ഉറപ്പാ, അവൻ കുടുങ്ങി. ഈ ചോദിക്കുന്ന ആൾ ആരുടെ പേരാണോ പറയുന്നത് അയാൾ കുടുങ്ങി. ഇത്രയും ഭീകരമാണ് ഈ കേസ് എന്ന് പറയുന്നത്. അതായത് പോക്സോ കേസിലെ ഒരു ഇരയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുള്ള ഒരു ഇരയാണെന്നുണ്ടെങ്കിൽ, ആ ഇരയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സൂക്ഷിച്ച് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരപരാധി അകത്ത് പോകും. ഇങ്ങനെയാണ് നിരപരാധികൾ അകത്ത് പോകുന്നത്. അതായത് സജസ്റ്റബിലിറ്റി, ഇത്തരം കുട്ടികൾക്ക് സജസ്റ്റബിലിറ്റി കൂടുതലായിരിക്കും. അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത് വെച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക. അതുകൊണ്ട് സജഷൻ അല്ല അവിടെ വേണ്ടത്. ആ കുട്ടിയെ കൊണ്ട് നമ്മൾ പറയിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വസ്തുത നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കും. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ എളുപ്പത്തിൽ പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് പെടുന്നത്. ഇനി മറ്റൊരു രീതിയിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഓടി വീണു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്കൂളിൽ ഓടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണു. ആ വീണ കേസിൽ ഒരാൾ ചോദിക്കണം, ആരെങ്കിലും ഉന്തിയിട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ മാറും. ഉന്തിയിട്ടതാണ്. ഇനി ഇന്ന ആൾ ഉന്തിയിട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അപ്പൊ വീണ്ടും കഥ മാറും. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആലോചിച്ച് ചോദിക്കണം. അങ്ങനെയാണോ വീണത്, ഇങ്ങനെയാണോ വീണത് എന്നൊന്നും ചോദിക്കരുത്. അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഏറ്റവും വലിയൊരു അപകടം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഇത്തരം ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉള്ള കുട്ടികളാണ് പോക്സോ കേസിൽ ഇരകളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ മിക്കവാറും ഒരു കേസ് മാത്രമായിരിക്കില്ല, ഒന്നിലധികം കേസുകൾ. ഇനി ആദ്യത്തെ കേസാണെങ്കിൽ തുടരെ വീണ്ടും കേസുകൾ വരും. ഒരേ കഥ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് കേസുകൾ പോക്സോ കേസുകൾ പലരും പലവട്ടം പലയിടത്ത് വെച്ച് പല രീതിയിൽ പീഡിപ്പിച്ചു എന്ന നിലയിലേക്ക് കഥകൾ വരും. ഒരു പരാതി ആയിരിക്കില്ല വരുന്നത്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ ആരെങ്കിലും പീഡിപ്പിച്ചു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സമാന പരാതി ആ കുട്ടി മറ്റാരെ കുറിച്ചെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ പറയിപ്പിച്ചു നോക്കിയാലും മതി. ഇന്ന ആള് ഈ പറഞ്ഞതുപോലെ പീഡിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയി രേഖപ്പെടുത്തിക്കൊണ്ട് ചോദിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ആ ആളും കൂടെ പ്രതിയാവും. ശരിക്കും കുട്ടീനെ മൊഴിയെടുക്കുന്ന സമയത്ത് ഫാൾസ് മെമ്മറി സിൻഡ്രോം ആണ് എന്ന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതായത് അവർ ചോദിക്കുക, ഇന്ന രീതിയിലാണോ കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടി ആ പീഡന വീരനെ കുറിച്ച്, ഈ അറസ്റ്റിലായി റിമാൻഡിൽ കിടക്കുന്ന ആളെ കുറിച്ച് ഒരു കഥ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചറിയണമല്ലോ. ചോദിച്ചറിയാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത്, കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും കുറിച്ച് ഇന്ന ആളും ഇതുപോലെ പീഡിപ്പിച്ചിരുന്നോ എന്നൊരു ചോദ്യം എക്സാമിനേഷന്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. അത് ഉറപ്പാണ്. അയാളെ പിടിച്ച് പ്രതിയാക്കി കളയരുത്. അത് ഒന്നിലധികം ആൾക്കാരെ, പലരെയും അവളോട് സഹകരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവനോട് സഹകരിക്കാൻ സാധ്യതയുള്ള പലരെയും ചേർത്ത് ഇത്തരത്തിൽ ഉണ്ടോ എന്നുള്ള എൻക്വയറി നടത്തിയാൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് സമർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ പീഡിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചതായിട്ട് ഈ കുട്ടി പറയുന്നത് കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഏത് ആരോപിതർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അന്വേഷണം നടത്തുന്നത്, അയാൾക്ക് സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് വേണം ഈ കേസ് മുന്നോട്ട് പോകാൻ എന്നതാണ് എന്റെ പക്ഷം. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ തന്നെ കേസ് അന്വേഷിക്കണമെന്നോ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നോ ഞാൻ പറയില്ല. കാരണം ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെ പക്ഷേ ആരും ഇതുവരെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല തീരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് താനും. Different angles. Don't forget to subscribe and support this channel.